ചങ്ങനാശ്ശേരിയുടെ തെരുവുകളിലൂടെ കയ്യിൽ ജപമാലയും പോസ്റ്ററുമായി ഭ്രൂണഹത്യക്കെതിരെ ബോധവൽക്കരണം നടത്തുന്ന ഒരു വൈദികൻ. തന്റെ പൗരോഹിത്യ ജീവിതം മുഴുവൻ കുടുംബങ്ങളുടെ വിശുദ്ധീകരണത്തിനായി മാറ്റിവെച്ച വൈദികൻ. മരണക്കിടക്കയിൽ നിന്ന് ജീവന്റെ സുവിശേഷം പ്രഘോഷിക്കാൻ ദൈവം ഉയർപ്പിച്ച വൈദികൻ ഫാദർ ലൂയിസ് വെള്ളാനിക്കലിന്റെ ജീവിതാനുഭവങ്ങളിലേക്ക്. മിശിഹായിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, 1979 ഒരു വൈദികനായി ദൈവം തെരഞ്ഞെടുത്ത ആ നിമിഷം മുതൽ ജീവന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ ദൈവം ഒരു അവസരമൊരുക്കി. പ്രധാനപ്പെട്ട കാരണം തീർച്ചയായിട്ടും എന്നോട് ചേർന്ന് പ്രവർത്തിച്ച എല്ലാ ആത്മായ സഹോദരങ്ങളുമാണ്. അന്നു മുതൽ ജീവന് വേണ്ടി ഉള്ള വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. അവിടെ എനിക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നത് കരിസ്മാറ്റിക് നവീകരണമാണ്. ഈ നവീകരണത്തിൽ കടന്നു വരുവാൻ കിട്ടിയ അവസരം വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുക. നവീകരണത്തിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവവചന ബന്ധിയായി ജീവിതം ക്രമീകരിക്കണം എന്നുള്ള ഒരു അതിയായ ആഗ്രഹം ഹൃദയത്തിലുണ്ടായി. അതനുസരിച്ച് പോയിടങ്ങളിലെല്ലാം പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ഉണ്ടായി. അതുവഴി ദൈവത്തിലേക്ക് കൂടുതൽ എടുക്കുവാൻ സാധിച്ചു എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. ആദ്യമായിട്ട് ചങ്ങനാശ്ശേരി കത്തീഡ്രൽ പള്ളിയിലാണ് ശുശ്രൂഷ ചെയ്തത്. അവിടെ എനിക്കുണ്ടായിരുന്ന പെരിയ ബഹുമാനയുടെ വികാരിച്ചുമാരെല്ലാം വളരെ പ്രോത്സാഹനം ഇതിനെനിക്ക് നൽകിയിരുന്നു. പിന്നീട് ദീർഘകാലം അസിസ്റ്റന്റായി ശുശ്രൂഷ ചെയ്ത അതിരമ്പുഴയിലാണ്. അവിടെ ഒരു നല്ല പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതോടൊപ്പം ഞങ്ങൾ ഒരുമിച്ച് കൂടി ബൈബിൾ പഠിക്കുക എന്നത്തെ സ്വഭാവമായിരുന്നു. അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ആളുകളുമായിട്ടുള്ള ഇടപെടലിന്റെ വെളിച്ചത്തിൽ ഒട്ടേറെ അവരുടെ ജീവിതബന്ധിയായ പ്രശ്നങ്ങളിൽ ഇടപെടുവാനും കുടുംബങ്ങളോടടുത്ത് ശുശ്രൂഷ ചെയ്യുവാനും ഇടയായി. അപ്പൊ കുടുംബങ്ങൾ രക്ഷപ്പെട്ടെങ്കിലേ സഭ വളരുകയുള്ളൂ എന്നുള്ളൊരു ബോധ്യം അന്നു മുതൽ മനസ്സിൽ ഉറച്ചു. അതിന് അന്നത്തെ പെരിയ ബഹുമാന വികാരിച്ചൻ ഭാഗ്യസ്മരണാർഹനായ ജോസഫ് എരുമച്ചാടത്തച്ഛനാണ്. അദ്ദേഹം വളരെയേറെ സ്വാതന്ത്ര്യം എനിക്ക് തന്നു. അങ്ങനെ ഇടവക മുഴുവനും 5 വർഷത്തോളം അവിടെ അസിസ്റ്റന്റ് ആയിട്ടിരുന്നത് കൊണ്ട് എല്ലാവരെയും പരിചയപ്പെടാനും അറിയാനും സാധിച്ചു. അതൊരു അപവാദമാണ്. സാധാരണ കൊച്ചന്മാരെ അങ്ങനെ ഇരുത്താറില്ല. പിന്നീട് ഞാൻ മനസ്സിലാക്കി വികാരിയച്ഛന്റെ പ്രത്യേകമായ സജഷൻ, നിർദ്ദേശം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന്. അതിനുശേഷം മിഷൻ രംഗങ്ങളിലേക്ക് പോകുവാനിടയായി. അവിടെയും അതേ ചൈതന്യത്തോടു കൂടി തന്നെ പ്രവർത്തിക്കുവാൻ സാധിച്ചു. തമിഴ് ഏരിയ ആണെങ്കിലും അവിടെ പ്രാർത്ഥനാ ശുശ്രൂഷകളൊക്കെ നടത്തുവാനും മീറ്റിംഗ് നടത്തുവാനും സാധിച്ചു. അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ എനിക്ക് രൂപതാ കേന്ദ്രത്തിലേക്കൊരു മാറ്റം ഉണ്ടാകും എന്ന് അന്നത്തെ പിതാവ് മാർ ജോസഫ് പൗത്തിൽ പിതാവ് പറയുകയാണ്. എങ്ങനെയോ കേട്ടറിഞ്ഞ ഇടവക്കാർ, ഞാൻ ആരോടും പറഞ്ഞിരുന്നില്ല, എങ്ങനെയോ കേട്ടറിഞ്ഞ ഇടവക്കാര് എല്ലാവരും കൂടി അമ്പൂരിയിൽ ചെന്ന് അന്ന് പിതാവോട് വന്നപ്പോൾ കാണുകയും പറഞ്ഞ താല്പര്യ രസമാണ്. ഹൈക്കമാൻഡ് പറയുന്ന അച്ഛനെ അവിടുന്ന് വിടാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു. ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ വേറെ നല്ല പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ ചിലരൊക്കെ പ്രാർത്ഥിക്കുവാൻ വരുമ്പോൾ തിന്മയുടെ ശക്തികളോട് ആജ്ഞാപിക്കുന്ന പതിവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്. ഏതായാലും അന്ന് പെരിയ ബഹുമാനയുടെ ഗായത്രി അച്ഛൻ ഒരു ഉപാധി കണ്ടുപിടിച്ചു. പിതാവും തോക്കണ്ട, ഇടവക്കാരും തോക്കണ്ട, എൻ്റെ കൂടെ വടന്താലുമൂട്ടിൽ 1 വർഷം കൂടി ഇരിക്കട്ടെ, അതിനുശേഷം ആ സമയത്ത് അവിടെ പ്രാർത്ഥനാ ഗ്രൂപ്പിലും ഞാൻ വിടാം എന്ന് സമ്മതിക്കുകയുണ്ടായി. അങ്ങനെ ഈ പ്രാർത്ഥനാ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാനിടയായ നിമിഷങ്ങൾ ഏറെ ദൈവത്തിന്റെ പരിപാലനയുടെ ഭാഗമായിട്ട് ഞാൻ കാണുകയാണ്. അങ്ങനെ മുൻപോട്ട് പോയപ്പോഴാണ് ചങ്ങനാശ്ശേരിയില് വളരെയേറെ ഈ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരുന്ന ശ്രീ എബ്രഹാം പുത്തൻകുളം ആയിട്ട് പരിചയപ്പെടുകയും അദ്ദേഹവുമായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കുവാനായിട്ട് സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു.
ബഹുമാനപ്പെട്ട ലൂയിസ് വെള്ളാനിക്കൽ അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ 22 വർഷം മുമ്പ് ഈ ശുശ്രൂഷ തുടങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛനോട് ഇത് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങളൊരു പ്രോ ലൈഫറാണ്. അത് ആ ഒരു വെളി എനിക്കുണ്ട് എന്നത് എനിക്ക് ഉറപ്പിച്ചു തന്നത് ബഹുമാനപ്പെട്ട അച്ഛനാണ്. ജീവൻ്റെ ശുശ്രൂഷ ചെയ്യാൻ ദൈവം പ്രത്യേകം വിളിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതിന് മടികൂടാതെ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട അച്ഛനാണ്. ഈ കാലം വരെയും ഒത്തിരി വേദികളിൽ, പ്രത്യേകിച്ച് കുടുംബജീവിതമായ അച്ഛൻ ഫാമിലി അപ്പോസിഷൻ ഡയറക്ടർ ആയിരുന്ന കാലത്താണ് യഥാർത്ഥത്തിൽ ഞാൻ കൂടുതൽ പള്ളികളിൽ ക്ലാസ്സുകൾക്ക് വേണ്ടി, ഫാമിലി അപ്പോസിലുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾക്ക് വേണ്ടി അയക്കാൻ തുടങ്ങിയത്. അച്ഛനാണ് എന്നെ ആദ്യമായി ആ മേഖലയിലേക്ക് എനിക്ക് കഴിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം അതിന് വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് വിട്ട്. അതുകൊണ്ട് അച്ഛൻ്റെ കൂടെ തന്നെ കുടുംബ നവീകരണ ധ്യാനങ്ങളും വിവാഹോരുക സെമിനാറുകളും എല്ലാത്തിനും അച്ഛനോട് ചേർന്ന് ഒത്തിരി ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എപ്പോഴും കരുതുന്ന, പരിഗണിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു നല്ല അപ്പനോ ചേട്ടനോ. അച്ഛൻ പറയും, എന്നെയൊക്കെ പ്രായം ഇച്ചിരി കുറവുണ്ട് അച്ഛന്, പ്രായത്തിൽ ഞാനാ ചേട്ടനെങ്കിലും അച്ഛൻ ഞങ്ങൾക്ക് ഒരു ചേട്ടനും അപ്പനും എല്ലാമാണ്. ഞങ്ങളുടെ മക്കളാണെങ്കിലും എല്ലാവരും പറയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആത്മീയ പിതാവാണ്, ഞങ്ങളുടെ എല്ലാവരുടെ ആത്മീയ പിതാവാണെന്ന് മക്കളൊക്കെ പറയുന്നത്. ആയിരത്തി 1987 ചങ്ങനാശ്ശേരിയിലെ വലിയൊരു ജീവന്റെ പ്രൊമോഷന് വേണ്ടി വലിയ ഒരു റാലി നടത്തി. അവിടെ കൊണ്ട് തീർന്നില്ല. ഇങ്ങനെയുള്ള പ്രവണതകള് ഒഴിവാകാൻ വേണ്ടി ചങ്ങനാശ്ശേരി ടൗണിലുടനീളം നടന്ന് ജപമാല അർപ്പിച്ചത് ഞാനിവിടെ ഓർക്കുകയാണ്. അതുവഴി ഈ നഗരത്തെ പരിശുദ്ധ അമ്മയുടെ ആ സംരക്ഷണയിൽ, അതുവഴി ഈശോയുടെ സംരക്ഷണയിൽ ഞങ്ങൾ ഏൽപ്പിക്കുകയുണ്ടായി. അങ്ങനെ പ്രവർത്തനങ്ങൾ ഒന്നൊന്നായിട്ട് മുൻപോട്ട് പോയി. ജീവന്റെ പ്രൊമോഷനെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു ടീമിനെ രൂപപ്പെടുത്തുവാൻ വേണ്ടി അന്ന് ഞങ്ങള് ഹ്യൂമൻ ലൈഫ് ഇന്റർനാഷണലിൽ നിന്നും ടീമിനെ വരുത്തി കത്തീഡ്രൽ പള്ളിയിൽ ഞങ്ങൾക്ക് അവസരമൊരുക്കി. അങ്ങനെ ആ പരിശീലനം എല്ലാം കൂടുവാനും അതുവഴി കൂടുതൽ ബോധ്യങ്ങളിലേക്ക് കടന്നു വരുവാനും സാധിച്ചു. പൗരോഹിത്യ ജീവിതത്തിന്റെ ആദ്യം മുതൽ തന്നെ ധ്യാന പ്രസംഗങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിരുന്നു. വേണ്ടി ധ്യാനങ്ങളിലെല്ലാം തീർച്ചയായിട്ടും ജീവനെതിരായ തിന്മകളെക്കുറിച്ച് ശക്തമായിട്ട് പ്രഘോഷണം നടത്തുവാനായിട്ട് ഇടയായി. അങ്ങനെ അനേകം ആളുകൾ അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയുണ്ടായി. ഒരു മെഡിക്കൽ ഷോപ്പുകാരൻ എന്ന് പറഞ്ഞത്, ഞാൻ ഈ ധ്യാനം കൂടിയില്ലായിരുന്നെങ്കിൽ ഞാൻ ആ പാപത്തിന്റെ വഴികളിൽ മുൻപോട്ട് പോകുമായിരുന്നു. അതുപോലെ നിരവധി ആളുകൾ അവരുടെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് അനേകം ആത്മായ സഹോദരങ്ങൾ ഈ പ്രവർത്തനം ലക്ഷ്യമാക്കിക്കൊണ്ട് അവരുടെ സമ്പത്തും അവരുടെ സമയവും എല്ലാം മാറ്റിവെച്ച് ഈ ശുശ്രൂഷകൾക്ക് വേണ്ടി മുന്നോട്ട് വരുന്നത് ഒരു വൈദികൻ എന്ന നിലയിൽ എനിക്ക് വളരെയേറെ പ്രോത്സാഹനമായി. ആ പ്രവർത്തനം മുന്നേറുവാനായിട്ട് ദൈവം എന്നെ അനുവദിക്കാനുണ്ടായത്. പ്രോ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ഹെൽഡറാണ് ലൂയിസ് വെള്ളാനിക്കൽ അച്ഛൻ. അച്ഛൻ്റെ ആ നേതൃത്വത്തിൽ ഞങ്ങൾ ഒത്തിരി ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട്. കാരണം റോഡിലെ മാസത്തിലൊരിക്കൽ കോളേജുകൾ, സ്കൂളുകൾ, അല്ലെങ്കിൽ പള്ളികൾ, ജംഗ്ഷനുകൾ, ഓരോ സിറ്റികൾ, അവിടെയൊക്കെ നിന്നുകൊണ്ട് ജപമാല പ്രാർത്ഥന ചൊല്ലുകയും നോട്ടീസ്, പ്രോ ലൈഫിനെ കുറിച്ചുള്ള നോട്ടീസ് വിതരണങ്ങൾ നടത്തുകയും ചെയ്യും. ഇതുപോലെ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ എക്സിബിഷൻ, പ്രോ ലൈഫ് ജീവൻ്റെ ആ മാധുര്യം, വില അറിയാൻ വേണ്ടി തലമുറയ്ക്ക് വേണ്ടി ഞങ്ങൾ എക്സിബിഷൻ ചെയ്ത അതിൻ്റെ എല്ലാ കാര്യങ്ങളും, തിരുസഭയുടെ പഠനം, അതെല്ലാം ആ എക്സിബിഷനിലൂടെ നമ്മൾ യുവജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇതിനൊക്കെ നേതൃത്വം വഹിക്കുന്നത് അച്ഛനാണ്. അച്ഛൻ നിരന്തരം അച്ഛനോടുള്ള സഹവാസം മൂലം ഞങ്ങൾക്ക് ജീവൻ്റെ ആ മൂല്യത്തെക്കുറിച്ച് അഗാധമായ അറിവ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുടുംബജീവിതത്തെക്കുറിച്ച് തന്നെയല്ല, അച്ഛൻ ഓരോ കാര്യങ്ങൾ വെളിപ്പെടുത്തി തരുമ്പോൾ തിരുസഭയുടെ പഠനത്തിലൂടെയാണ് ഇത് വെളിപ്പെടുത്തി തരുന്നത്. അപ്പോൾ തിരുസഭയൊക്കെ നമ്മളോട് പ്രഖ്യാപിക്കുന്ന കാര്യങ്ങൾ എത്ര മൂല്യമുള്ളതാണ്. നമ്മൾ വേറൊരു കണ്ണുകൾ കൊണ്ട് നോക്കുന്നത് കൊണ്ടാണ് ഇതിലൊന്നും ഒരു ഭംഗിയില്ലാത്തത്. അച്ഛൻ അത് വിവരിച്ചു തരുമ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. കുടുംബജീവിതം, കുടുംബത്തിൻ്റെ പ്രാധാന്യം, ആത്മാക്കളുടെ ജീവിതം, മരണം, മരണാന്തര ജീവിതം, ഇതിനെക്കുറിച്ചൊക്കെ അച്ഛൻ പറഞ്ഞു തരും. അതുപോലെ തന്നെ തെരുവിൽ ഞങ്ങൾ ഓരോ ജംഗ്ഷനിലൊക്കെ കൊണ്ട് പഴയ കാലത്തൊക്കെ വലിയ TV ഒക്കെ വെച്ചുകൊണ്ട്
വലിയ ശുശ്രൂഷകൾ സന്ധ്യാസമയത്തൊക്കെ ചെയ്യും. ആ സമയത്തൊക്കെ അച്ഛൻ സംസാരിക്കുന്ന കാര്യങ്ങളും പിന്നെ പ്രായം വകവെക്കാതെ അച്ഛൻ നല്ല തീഷ്ണതയോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പം റോഡിലിറങ്ങി നോട്ടീസുകൾ വിതരണം ചെയ്യേണ്ട സമയത്തൊക്കെ പിള്ളേരെ പോലെ അച്ഛൻ ഇറങ്ങി നടന്ന് ഇതൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ വലിയൊരു കാര്യം, ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ വളരെ കുറഞ്ഞ ആൾക്കാർ കുറഞ്ഞു പോയി ഒരു കാലാവസ്ഥ ഇതുകൊണ്ട്. ഞങ്ങളൊരു 3-4 പേരേ ഉണ്ടായിരുന്നുള്ളൂ, 3 പേര്. അപ്പം അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഇന്ന് ഈ പ്രോഗ്രാം വേണോ? അച്ഛൻ പറഞ്ഞു വേണം, മുന്നോട്ട് ഇറങ്ങിക്കോളാൻ പറഞ്ഞ് അച്ഛൻ തന്നെ ഇതിന് മുൻകൈ എടുത്ത് റോഡിലിറങ്ങി വിതരണം ചെയ്യാൻ തുടങ്ങി. ഉടനെ ഗ്രൂപ്പ് സജീവമായി. ഉള്ളവർ അത് പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തനം നമ്മളവിടെ കണ്ടു. ഒത്തിരി യുവാക്കൾക്ക്, കോളേജിൽ പഠിക്കുന്ന യുവാക്കൾക്കെല്ലാം നമ്മൾ ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റി. അപ്പോൾ ബാക്കിയുള്ളവർ ഒരു സൈഡിൽ നിന്നുകൊണ്ട് ബാനറൊക്കെ പിടിച്ചുകൊണ്ട് ജപമാല ചൊല്ലും. ജപമാലയുടെ സപ്പോർട്ടും കൂടെ ആകുമ്പം ഈ ജീവൻ്റെ ശുശ്രൂഷ അത് വിതയ്ക്കുകയാണ്. ദൈവം കൊയ്തോളും, വളർത്തുകയും കൊയ്യുകയും ഒക്കെ ചെയ്തോളും. ഞാനും ജീവന്റെ മഹാത്മ്യം കുറച്ചുകൂടെ അനുഭവിക്കാനിടയായ സന്ദർഭമാണ് ഈ കഴിഞ്ഞ ജനുവരിയിൽ ഞാൻ സുഖമായി ആശുപത്രിയിലായി. അപ്പോൾ വന്ന് കണ്ടവരെല്ലാം പറഞ്ഞു, പോക്കായി, രക്ഷയില്ല, ഇനി നല്ല മരണത്തിനായി പ്രാർത്ഥിച്ചാൽ മതി. അതാണ് എല്ലാവരുടെയും ഒരഭിപ്രായം. ഞാനിതെല്ലാം സെൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരാരും എന്നോട് പറഞ്ഞില്ലെങ്കിലും എനിക്കും മനസ്സിലായി. അപ്പം പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പോടും കൂടിയും ഞാനും പ്രാർത്ഥനയിലായി ഇങ്ങനെ മുൻപോട്ട് പോവുകയാണ്. പിന്നീട് ഞാൻ മനസ്സിലാക്കി, എൻ്റെ ഇടവകയിലെ വികാരിച്ചൻ എനിക്ക് നല്ല കല്ലറയും ഒക്കെ ഒരുക്കി ഉടനെ തന്നെ ലൂസിസിനെ ഇങ്ങോട്ട് കൊണ്ടുവരും, അപ്പം നമുക്ക് ഡീസൻ്റായിട്ട് അടക്കണം എന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹം തന്നെ എന്നോട് പങ്കുവെച്ചതാണ്. എങ്കിലും ഈ അവസരത്തിൽ എന്നെ പൊക്കിയെടുക്കുകയാണ്. അതിൻ്റെ പിറകിൽ കൃപാ പ്രോ ലൈഫേഴ്സിന്റെ പ്രവർത്തകർ അവരെ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുകയുണ്ടായി. അവരുടെ പ്രാർത്ഥനയെക്കുറിച്ച് പലരും എന്നോട് പിന്നീട് പറയുകയുണ്ടായി. ചിലരെല്ലാം കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, അച്ഛനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം. അപ്പോൾ കർത്താവ് ആ കണ്ണുനീരിൻ്റെ വിലയായി വീണ്ടും ഒരു ജീവിതം കൂടെ എനിക്ക് നൽകി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ദൈവത്തിന് ഒരു ജീവൻ ഈ ഭൂമിയിൽ നൽകുമ്പോൾ ചില ലക്ഷ്യങ്ങളുണ്ട്. അതെന്ത് എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം, ഡിസൈൻ ചെയ്യണം, അത് ഞാൻ സമ്മതിക്കുന്നു. എങ്കിലും ഒരു ജീവനും ഈ ലോകത്ത് പാടല്ല. ആ ബോധ്യത്തോടുകൂടി ആ ജീവന്റെ പ്രവർത്തനങ്ങളിൽ സജീവമായി മുന്നോട്ട് പോകുവാൻ കർത്താവ് എനിക്കൊരു അവസരം കൂടി ഒരുക്കി തന്നിരിക്കുകയാണ്. ഈ അവസരത്തിൽ പിന്നീട് പ്രത്യേകിച്ചും കത്തോലിക്ക സഭയിലെ ജ്യോതിസ് പ്രോ ലൈഫ് മൂവ്മെന്റ് ഉണ്ടായി. മറ്റു സമുദായങ്ങളുമൊക്കെ അത് ഏറ്റെടുത്തെങ്കിലും അതിനെല്ലാം തുടക്കം കുറിച്ചുകൊണ്ടുള്ള പ്രവർത്തനം കൃപാ പ്രോ ലൈഫേഴ്സിൻ്റെതായിരുന്നു എന്നുള്ളത് പറയുന്നതിൽ എനിക്ക് ദൈവത്തോട് നന്ദി മാത്രമാണുള്ളത്. ഈ അവസരത്തിൽ എനിക്ക് എല്ലാവരോടും പറയാനുള്ള മറ്റൊന്നുമല്ല, നമുക്കൊരു ജീവൻ ദൈവം തന്നെങ്കിൽ നമ്മൾ ജീവന്റെ സംരക്ഷകരായിട്ട് മാറണം. അത് നമുക്ക് ദൈവം തന്ന ഒരു വിളിയാണ്. ആ വിളിയെ വിസ്മരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നത് ആ ദാതാവിനെ, സൃഷ്ടാവിനെ തന്നെ വിസ്മരിക്കും തുല്യമാണ് എന്നോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കരിസ്മാറ്റിക് കമ്മീഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ദമ്പതികൾക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പാണ് ലോർഡ്സ് കപ്പിൾസ് മിനിസ്ട്രി. ഈ മിനിസ്ട്രിയുടെ ആനിമേറ്ററായി കഴിഞ്ഞ 4-5 വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഫാദർ ലൂയിസ് വെള്ളാനിക്കൽ. അദ്ദേഹം കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള സോണുകളിലും പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലും ദമ്പതികളെ സംഘടിപ്പിക്കുന്നതിലും സെല്ലുകളുടെ രൂപീകരണത്തിലും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ദമ്പതികളുടെ ഒരു കൂട്ടായ്മ തന്നെ വർദ്ധിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധ്യാനം നടത്തുന്നതിലും പലപ്പോഴും പല സോണുകളിലും പല പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലും പല ഇടവകളിലും ദമ്പതികൾക്ക് വേണ്ടിയുള്ള ധ്യാനം നടത്തുകയും അവരെ കൂടുതൽ ദൈവത്തിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. അതോടൊപ്പം ഈ ധ്യാനങ്ങൾ കൂടുന്ന പാട്ടിലൊക്കെ ഒരു സെല്ലുകൾ രൂപീകരിക്കുന്നതിനും അതുവഴി ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു മിനിസ്ട്രി ഉണ്ടാക്കുന്നതിനും അതുപോലെ ദമ്പതികളുടെ നവീകരണത്തിനും അങ്ങോളമുള്ള ക്രൈസ്തവ ജനതയിൽ ദമ്പതികൾ ഉത്തമ ക്രൈസ്തവ ജീവിതം നയിക്കുന്ന ദമ്പതികളായിട്ട് മാറിക്കൊണ്ട് ഉത്തമ ക്രൈസ്തവ കുടുംബജീവിതം നയിക്കാനുള്ള കൃപാവരം ലഭിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. നമ്മളെ ഓരോരുത്തരെയും
ദൈവം അനാദിയിൽ തിരഞ്ഞെടുക്കുന്നതാണ്. ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ നമ്മളെ ദൈവം കണ്ടു. ഞാൻ അല്പം കൂടെ കടത്തി പറയും, നമ്മളെ രൂപഭാവങ്ങൾ അദ്ദേഹം നിശ്ചയിച്ചു. അതുപോലെ എന്താണ് ഇവന് പേരിടേണ്ടത് എന്ന് വരെ നിശ്ചയിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ പറയുമ്പോൾ ഒരു പക്ഷേ അത് അതിശയോക്തിയാണോ എന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ഞാൻ പറയും അല്ല. ഞാൻ എൻ്റെ ജീവിതാനുഭവം തന്നെ ഒന്ന് പങ്കുവെക്കുകയാണ്. വാസ്തവത്തിൽ ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും ഇളയ മോനാണ് ഞാൻ. അപ്പോൾ അന്നത്തെ കാലത്ത് അമ്മ പ്രസവിച്ച് അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ മാമോദീസ് കൊടുക്കുകയാണ്. അവിടെ അമ്മച്ചിമാർ പള്ളി വരികയില്ല, അത്രയും ആരോഗ്യവർക്കായിട്ടില്ല. അപ്പോൾ മറ്റുള്ളവരെ പറഞ്ഞു വിടുകയാണ് പതിവ്. അങ്ങനെ നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് വല്യപ്പൻ മുതൽ പേരിങ്ങനെ ഇട്ട് വന്നു. ഇനി കടശിപ്പിള്ള, ഏറ്റവും ഇളയ പിള്ള എന്ന നിലയിൽ അമ്മ പറഞ്ഞു വിട്ടു, അപ്പൻ്റെ പേരിട്ട് ആരും നമ്മുടെ വീട്ടിലില്ല, അതുകൊണ്ട് തീർച്ചയായിട്ടും അപ്പൻ്റെ പേര് തന്നെ ഇടണം എന്ന് പറഞ്ഞ് ചട്ടം കെട്ടി. തലോട്ടമ്മ എൻ്റെ ചേച്ചി റവറൻഡ് സിസ്റ്റർ എമിരിറ്റ് CMC ആയിരുന്നു. അപ്പോൾ പേരൊക്കെ പറഞ്ഞു വിട്ടു വീട്ടിൽ നിന്ന്. ഇപ്പം ഞങ്ങളുടെ വിചാരിച്ചൻ അന്നത്തെ കാലത്ത് നേരത്തെ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണ്ട, അപ്പോൾ അതൊക്കെ വന്ന് ചോദിച്ചു എന്താ കൊച്ചിന് പേരിടുന്നത്. അപ്പോൾ ഉടനെ ചേച്ചി മറന്നു പോയി, അയ്യോ പറഞ്ഞാ വിട്ട് മറന്നുപോയല്ലോന്ന്. നിങ്ങൾ മറന്നതെങ്കിൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പേരിടുമെന്ന് പറഞ്ഞു. ഉടനെ അച്ചായൻ പറഞ്ഞു അച്ഛന് ഇഷ്ടമുള്ള ഇട്ടോളാം. ഇവിടെ പറഞ്ഞു ഇവനെ ഞാൻ ലൂയിസ് എന്ന് പേരിടും. ഇവൻ്റെ വിശുദ്ധൻ സെയിൻറ്റ് അലോഷ്യസ് ഗോൺസാഗയാണ്. ജൂൺ 21 ഫീസ്റ്റാണ്. ഇതെല്ലാം വിചാരിച്ചങ്ങ് പറയാണ്. എന്നിട്ട് പറഞ്ഞ് പേരിട്ടു. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അമ്മ ഒരു മോശം വഴക്ക് ചേച്ചിയെ പറഞ്ഞു. എങ്കിലും ഞാനിവിടെ കാണുന്നത് എൻ്റെ പേര് വർക്ക് എന്നായിരിക്കണം എന്നാണ് തീരുമാനമെടുത്ത് അമ്മ പറഞ്ഞു വിട്ടത്. എങ്കിലും വർക്ക് അച്ചായൻ്റെ പേരാണ്. അച്ചായൻ്റെ പേരിട്ട് വേറെ മക്കളാരും ഞങ്ങളുടെ വീട്ടിലില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ പോലും ഞാൻ മനസ്സിലാക്കുന്നത് അനാദിയിൽ എന്നെ കണ്ട ദൈവം തീരുമാനിച്ചു ഇവൻ ലൂയിസ് ആണ്, ഇവന് ഞാനാണ് ആ പേരിടുന്നത്. അത് ദൈവത്തിൻ്റെ പരിപാലനയിൽ കടന്നു വന്ന നിമിഷങ്ങൾ ഞാനൊന്ന് ഓർക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണ്. അച്ഛൻ്റെ കാര്യം പറയാൻ വേണ്ടി പറഞ്ഞതല്ല. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ പദ്ധതിയിൽ വിളിക്കപ്പെട്ടവരാണ്. അപ്പൊ ദൈവം നമുക്ക് നിശ്ചയിച്ചു വെച്ചു, ഇവൻ ഇങ്ങനെയായിരിക്കണം, ഇവൻ്റെ രൂപം ഇങ്ങനെയായിരിക്കണം, ഇവന് പേരിങ്ങനെയായിരിക്കണം എന്ന് വരെ നിശ്ചയിച്ചു വെച്ചു എന്നുള്ളതാണ് ഞാൻ കൊണ്ടുവരുന്നത്. ദൈവത്തിൻ്റെ ആ പരിപാലനം ഓർക്കുമ്പോൾ, ദൈവത്തിൻ്റെ ആ സ്നേഹം ഓർക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് നന്ദി പറയാനല്ലാതെ മറ്റൊന്നുമില്ല. ആ ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും ജീവിക്കുവാൻ ഇന്ന് ഈ ലോകത്ത് വിളിക്കപ്പെട്ടിരിക്കുന്നവർ നമ്മളല്ലേ. ഞങ്ങളുടെ വീട്ടിലെ അച്ചായനും അമ്മച്ചിയും പള്ളിയോട് ബന്ധപ്പെട്ട ഒരു ജീവിതമാണ് പ്രധാനമായും നയിച്ചത്. അച്ചായൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം മക്കളെയെല്ലാം എഴുന്നേൽപ്പിച്ച്, അന്ന് പൈപ്പൊന്നുമില്ല, കിണറ്റിൻകരയിൽ കൊണ്ടുവന്ന് വെള്ളമൊഴിച്ച് കുളിപ്പിക്കുകയാണ്. അപ്പോഴാണ് ബോധം വരുന്നത്, ഓ നേരം വെളുത്തില്ലേ. എല്ലാ പിള്ളേരെയും കുളിപ്പിച്ച് അച്ചായൻ റെഡിയാക്കുന്നു. അമ്മച്ചി അടുക്കളയിൽ പിള്ളേർക്കുള്ള പ്രഭാത ഭക്ഷണമൊക്കെ തയ്യാറാക്കുകയാണ്. എന്നിട്ട് രണ്ടുപേരും കൂടെ പിള്ളേരുമായിട്ട് നേരെ പള്ളിയിലേക്ക് ഓടുകയാണ്. പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ കണ്ടത് അച്ചായൻ ഏറ്റവും മുൻപിൽ നിൽക്കും, പ്രാർത്ഥനകൾ ഉറക്കെ ചൊല്ലും. അച്ചായൻ്റെ ഒരു ശൈലിയായിരുന്നു. അമ്മ അത്രയും മുമ്പിലോട്ട് പോകത്തില്ല, എന്നാലും അമ്മയും പ്രാർത്ഥനയിൽ മുഴുകുകയാണ് ചെയ്തത്. ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ടും ഓർക്കുന്ന ഒരു കാര്യം, അമ്മ കുർബാന കഴിഞ്ഞ് ഉടനെ ഇറങ്ങിപ്പോവുകയില്ല, അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ചായന് ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അച്ചായൻ പെട്ടെന്ന് പോകുന്നു. ഞങ്ങൾ സ്കൂളിലേക്ക് പോകാനുള്ള തിരക്കിൽ ഞങ്ങളും പോകുന്നു. ഇത് ഞങ്ങളുടെ പ്രിയപ്പെട്ട കപ്പ്യാരച്ചൻ കുട്ടിച്ചേട്ടനാണ്. അദ്ദേഹം പങ്കുവെച്ചതാണ്. അപ്പോൾ പള്ളിയെല്ലാം പതുക്കെ അടച്ച് അമ്മച്ചി പുറത്തിറങ്ങാതെ അടുത്ത് നിന്ന്, അമ്മച്ചി പോകുന്നില്ലേ, നീ പള്ളി അടച്ചു പോകണമല്ലോ എന്ന് പറഞ്ഞ് അമ്മച്ചി പറഞ്ഞ് പ്രാർത്ഥന തീർന്നില്ല, 2 പ്രാർത്ഥനകളുണ്ടെന്ന്.
അതിന് 2 പ്രാർത്ഥന. അന്നത്തെ കാലത്ത് സത്യാരാധന പുസ്തകത്തിൽ നിന്നുമാണ് പ്രാർത്ഥിക്കുന്നത്. കരിസ്മാറ്റിക് റിന്യൂവലൊന്നും അത്ര കടന്നു വന്നിട്ടില്ലാത്ത ഒരു കാലഘട്ടമാണ്. അപ്പൊ പെട്ടെന്ന് കപ്പ്യാരച്ചൻ കൗതുകം കൊണ്ട് ഈ സത്യാരാധന പുസ്തകം എടുത്തപ്പോൾ അതിൽ നിന്ന് 3-4 ഫോട്ടോ താഴോട്ട് വീണു. തന്നെ ഈ ഫോട്ടോ എല്ലാം കൂടെ ഇതിനകത്ത് കൊണ്ട് വെച്ചിരിക്കുന്നത്, വീട്ടിൽ ആൽബം ഒന്നും ഇല്ലേ? കപ്പ്യാരച്ചൻ്റെ ചോദ്യം. ഉടനെ പറഞ്ഞു, ഇത് മത്തായച്ചന് വേണ്ടിയുള്ള പ്രാർത്ഥന, ഇത് ജോയിച്ചിന് വേണ്ടിയുള്ള പ്രാർത്ഥന. ഇങ്ങനെ ഓരോ മക്കളുടെയും ഫോട്ടോ അവിടെ വെച്ചിരിക്കുകയാണ്. ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണമ്മ. അങ്ങ് പ്രാർത്ഥന തീർത്തതിന് ശേഷമേ അവിടെ നിന്ന് പോരത്തുള്ളൂ എന്ന് മനസ്സിലാവുകയാണ്. അപ്പോൾ അവിടെ കപ്പ്യാരച്ചൻ ചോദ്യം ചോദിച്ചു. ചോദ്യം ഇതായിരുന്നു, മക്കളുടെ ഫോട്ടോയേ ഉള്ളോ? ഇപ്പം നിങ്ങളുടെ ഫോട്ടോ എന്തി എന്ന് ചോദിച്ചു. പറഞ്ഞു, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ പിന്നെ ഞങ്ങൾക്ക് വേണ്ടി എന്തിനാ പ്രത്യേക ഒരു പ്രാർത്ഥന? അത് തന്നെ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കില്ലേ എന്ന് അമ്മ ചോദിച്ചു എന്നാണ് കുട്ടിച്ചേട്ടൻ പറഞ്ഞത്. വാസ്തവത്തിൽ അത് ഞാൻ പിന്നീട് ദൈവശാസ്ത്രമൊക്കെ പഠിച്ചു വന്നപ്പോൾ മനസ്സിലായി. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി തന്നെ അത് അനുഗ്രഹമായിട്ട് മാറുകയാണ് എന്ന് യഥാർത്ഥത്തിൽ മനസ്സിലായത് അമ്മച്ചി ഇങ്ങനെ ഇത് പങ്കുവെച്ചപ്പോഴാണ്. അത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഒടേതമ്പുരാൻ കൊടുത്തു എന്നേ ഉള്ളൂ എനിക്കതേപ്പറ്റി ഉത്തരം പറയാൻ. കാരണം അമ്മച്ചി അങ്ങേയറ്റം എഡ്യൂക്കേറ്റഡ് ഒന്നും അല്ല. എങ്കിലും ഒരു സാധാരണ അമ്മച്ചിയുടെ മനസ്സിലേക്ക് ആ ചിന്തകൾ കൊടുത്തു എന്നുള്ളത് ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. ഇനിയും മൂത്ത അച്ഛന് വാസ്തവത്തിൽ സെമിനാരിലൊക്കെ പോയി. സെമിനാരിൽ നിന്നും അവധിക്ക് വരുമ്പോൾ ഞാൻ തൊട്ടിക്കകത്താണെന്നാണ് എല്ലാവരും പറയുന്നത്. ഞാൻ ഓർക്കുന്നൊന്നുമില്ല. എന്നാൽ ഞാൻ ഏറ്റവും ഇളയ മകനാണ്, ഏറ്റവും മൂത്ത അച്ഛനാണ് ഫാദർ മാത്യു വെള്ളാനിക്കൽ. അപ്പോൾ അദ്ദേഹം വരുമ്പോൾ ഞാനിങ്ങനെ തൊട്ടിക്കകത്ത് കിടപ്പുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ആ ഒരു വ്യത്യാസം ഞങ്ങൾ തമ്മിലുണ്ട് എന്നുള്ളത് പ്രത്യേകമായിട്ടും ഓർക്കുകയാണ്. എന്നാൽ പിന്നീട് പതുക്കെ ഒരുമാതിരിയൊക്കെ പ്രായമായി വന്നപ്പോൾ കുർബാനയ്ക്ക് കൂടാനായിട്ട് അച്ഛൻ പറഞ്ഞു. സുറിയാനി കുർബാനയാണ്. സുറിയാനി ഒന്നും അറിയത്തില്ല, എന്നാലും അത് മലയാളത്തിൽ എഴുതി അത് ചൊല്ലുമായിരുന്നു. അങ്ങനെ കുർബാനയ്ക്കെല്ലാം കൂടി മുൻപോട്ട് വരുന്നപ്പോൾ ഒരു കൊച്ചാഗ്രഹം. ഞാനിതിനിടയ്ക്ക് വീട്ടിൽ ചെന്ന് കുർബാനയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് പയ്യനെന്ന രീതിയിലെടുത്താൽ മതി കേട്ടോ, ഒരു ഗ്ലാസും ഒരു പ്ലേറ്റും ഒക്കെ എടുത്തു വെച്ച് കുർബാന ചെല്ലുമായിരുന്നു പറയുന്നത്. വീട്ടിലെ കൃഷിക്കാരുടെ ഒരു വീടാണ്, ചാക്കൊക്കെയാണ് ഇരിക്കുന്നത്. ചാക്കിൻ്റെ മുകളിൽ ഇത് വെച്ച് ചെല്ലുമായിരുന്നു. അപ്പോൾ എല്ലാവരും എന്നെ അച്ഛാന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഉടനെ ഇവൻ അച്ഛനാകത്തേ ഉള്ളൂ എന്നിങ്ങനെ അപ്പനും അമ്മയും സഹോദരങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ തൊട്ട് ഏറ്റവും മുകളിലെ മാത്യു വെള്ളാനിക്കൽ തൊട്ട് 2ാമത്തെ ആള് സിസ്റ്റർ എമിരിറ്റ് അമ്മ മഠത്തിലേക്ക് പോയി. പിന്നീട് ഇങ്ങോട്ട് മുമ്പോട്ട് വരുമ്പോൾ എനിക്ക് ഈ പൗരോഹിത്യത്തോടൊരു താല്പര്യം എൻ്റെ മനസ്സിലുണ്ടായി. അച്ഛന്മാരുമായിട്ട് എപ്പോഴും സഹകരിക്കുവാനും ഇടപെടുവാനും ഒക്കെ സാധിച്ചു എന്നത് പ്രത്യേകമായിട്ട് ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ പള്ളിയിൽ വന്ന കൊച്ചന്മാരൊക്കെ വളരെ സൗഹൃദത്തോടു കൂടി ഇടപെടുകയും ഒക്കെ ചെയ്തപ്പോൾ അത് മനസ്സിൽ ഈ ആഗ്രഹം ഇങ്ങനെ വളർത്തിയെടുക്കുകയാണ്. 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അച്ഛനാകാൻ പോകണം. അച്ഛൻ അതിന് എതിർപ്പൊന്നും പറഞ്ഞില്ല. ആയിക്കോട്ടെ. ഇൻ്റർവ്യൂവിന് പോയപ്പോൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്ത അച്ഛൻ പറഞ്ഞു, നിനക്ക് ദൈവവിളിയില്ല എന്ന് പറഞ്ഞു. അവിടെ വിഷമമായി. ഞാൻ വീട്ടിൽ വന്നപ്പം വിചാരിച്ചു, എന്നോട് പറഞ്ഞു, എടാ നിനക്ക് സങ്കടം തോന്നരുത്, നിന്നെ സെലക്ട് ചെയ്തിട്ടില്ല. ഞാൻ അന്നേരം വേറൊന്നും ചെയ്തില്ല. ഞാൻ പള്ളിയിലോട്ട് വീണ്ടും കയറി. ഞാൻ കർത്താവേ, ഞാൻ ഒത്തിരി ആഗ്രഹിച്ചതാണ്, പക്ഷെ നീ അതല്ല നിന്റെ തിരികെങ്കിൽ ഞാൻ എന്ത് വേണം ചെയ്യാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിപ്പം വിചാരിച്ചു വിളിക്കുന്നു, ഇങ്ങോട്ട് വാടാ, നീ വിഷമിക്കൊന്നും വേണ്ട, ഞാനൊരു കത്തെഴുതി തന്നു വിടാം, അതുമായിട്ട് നീ പിതാവിനെ പോയി കാണുക. കാവുകാട്ട് പിതാവാണ് അന്ന് ഞങ്ങളുടെ അഭിമന്യ പിതാവ്. പിതാവിനെ പോയി ചാനും കൂടെ, എനിക്ക് ചങ്ങനാശ്ശേരിക്ക് പോകാനൊന്നും അറിയത്തില്ലല്ലോ, ചാനും കൂടെ ഉണ്ട്. ഇങ്ങനെ പിതാവിൻ്റെ പുറകെ ചായൻ നടക്കുന്നു, ഞാൻ അതിൻ്റെ പുറകെ. എല്ലാം കഴിഞ്ഞപ്പം അച്ചായന് പിടികിട്ടി, എന്നെ എടുക്കും. പിതാവ് പറഞ്ഞു, അങ്ങ് പൊക്കൊണ്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളന്ന് തിരിച്ചു പോരുമ്പോൾ ചായൻ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞു, കാര്യമൊക്കെ ശരി, നിന്നെ സെമിനാറിൽ എടുക്കും, പക്ഷേ വിശുദ്ധനായ വൈദികനായി തീരണം, അല്ലെങ്കിൽ ഈ പണിക്ക് പോയേക്കരുത് കേട്ടോ. അച്ചായൻ്റെ മുന്നറിയിപ്പ്. ഞാൻ പേടിച്ചു പോയി. ഏതായാലും ദൈവം ചെയ്ത വലിയ കാര്യം ഞാൻ ഓർക്കുകയാണ്.
എനിക്ക് ദൈവം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ അച്ഛനെ ദൈവത്തിൻ്റെ പരിപാലനയിൽ രക്തസ്ഥാനത്ത് നിന്ന് മാറ്റി പുതിയ അച്ഛനെ അവിടെ കൊണ്ടുവന്ന് വെച്ചു. ഞാൻ പറയാം ഈശോ ചെയ്ത പണിയാണ്. കാരണം അല്ലെങ്കിൽ ഒരുപക്ഷെ എനിക്കോ അച്ഛനും വിഷമം തോന്നിയേനെ. അപ്പം പിന്നെ ഭയങ്കര സ്നേഹിക്കുന്ന ഒരു അച്ഛൻ എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. കെട്ടിപ്പിടിച്ച് അച്ഛൻ സംസാരിക്കത്തുള്ളൂ. പ്രിയപ്പെട്ട മാലിപ്പറമ്പിൽ അച്ഛനാണത്. വളരെ സ്നേഹത്തോടെ ഞങ്ങളോട് ഇടപെട്ടു. ഒരുപക്ഷെ കുറച്ചൊക്കെ ആ സ്നേഹം ഞങ്ങൾ ദുരുപയോഗിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. എന്ന് പറഞ്ഞാൽ അച്ഛനോട് സ്നേഹത്തോടെ പറയാണ് അച്ഛൻ എന്നെ വേണം സമ്മതിക്കും. അങ്ങനെ വലിയ സ്നേഹത്തിൻ്റെ നിറവായിട്ട് ആ മൈനർ സെമിനാരിലൂടെ കടന്നു പോകാനിടയായി. അതിനുശേഷം സ്ട്രിക്റ്റ് ആയിട്ടുള്ള അച്ഛനും വന്നു. കരിമ്പാൽ അച്ഛനാണ്. നിയമങ്ങളെല്ലാം കർശനമായി പാലിക്കണമെന്ന് നിർബന്ധം പിടിച്ചു. അങ്ങനെ മുൻപോട്ട് പോവുകയാണ്. പിന്നീട് നാഗ്പൂർ സെമിനാരിലാണ് പഠനം ഫിലോസഫിയും തിയോളജിയും പൂർത്തിയാക്കുവാൻ സാധിച്ചത്. അപ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ വളരെ വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കുന്ന ഒരു വിളിയായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. ദൈവം നിശ്ചയിച്ചെങ്കിൽ ദൈവം നടത്തിയിരിക്കും. ബഹുമാനപ്പെട്ട ലൂയിസ് വെള്ളാനിക്കലച്ചനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് വാചാലമായി സംസാരിക്കാൻ തോന്നും. പക്ഷേ ഞാൻ എൻ്റെ ചുരുങ്ങിയ വാക്കുകൾ ഇവിടെ ഉപയോഗിക്കുകയാണ്. 1978 ഞാൻ നവീകരണത്തിലേക്ക് വന്നതിന് ശേഷം 1979 ആരംഭത്തിൽ, അന്ന് എൻ്റെ വിവാഹവും നടന്നിട്ടില്ല, ഞാൻ കോളേജ് വിദ്യാർത്ഥിനിയാണ്. അവിടെ ഒരു കരിസ്മാറ്റിക് ധ്യാനം കുട്ടനാട്ടിൽ മുട്ടാറ് സെൻറ്റ് ജോർജ് പള്ളിയിൽ ആദ്യമായിട്ട് അച്ഛൻ കൊച്ചച്ഛനായിരിക്കെ ഒരു കരിസ്മാറ്റിക് ധ്യാനത്തിനാണ് എന്നെ അച്ഛൻ കൂട്ടത്തിൽ ടീം അംഗമായിട്ട് വിളിച്ചിരിക്കുന്നത്. പക്ഷേ ആ ധ്യാനത്തിൽ ഞാൻ കൂടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, വൈദികർ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്ഥാനപതികളും പ്രതിപുരുഷന്മാരുമാണെന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം എന്നെ നിസ്സാരയായ വ്യക്തിയായ എന്നെ ആ ടീം മെമ്പറായിരിക്കെ അച്ഛൻ എന്നെ കരുതുന്നതും എന്നെ അംഗീകരിക്കുന്നതും എനിക്ക് തരുന്ന പരിഗണനയും എല്ലാം എനിക്ക് വളരെയധികം പ്രോത്സാഹനമായിരുന്നു. പിന്നീട് ഞങ്ങളുടെ വിവാഹത്തിന് ശേഷം ഞങ്ങൾ രണ്ടുപേരുമായിട്ട് അച്ഛൻ ധാരാളം ധ്യാനങ്ങൾക്ക് പോയിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങൾ, അതിഭയങ്കരമായ സഹനങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോയപ്പോൾ ഞങ്ങളുടെ ആ ദുഃഖ സമയത്ത് മുഴുവനും ഞങ്ങൾക്കൊരപ്പനായിട്ട്, ഞങ്ങൾക്കൊരു മൂത്ത ജ്യേഷ്ഠനായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. സ്നേഹബഹുമാനപ്പെട്ട ലൂയിസ് അച്ഛൻ ജോസഫൈൻ സന്യാസിനി സമൂഹത്തിൻ്റെ ചാപ്ലനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് ഇവിടെ വന്നതിന് ശേഷം ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു അടയാളം ഈ സമൂഹത്തിന് അനുഭവപ്പെടുന്നത് പോലെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. തൻ്റെ വാർദ്ധക്യത്തിലും രോഗത്തിൻ്റെ ആധിക്യത്തിലുമൊക്കെയാണ് അച്ഛൻ ജീവിക്കുന്നതെങ്കിലും പലപ്പോഴും അതൊന്നും ഫീൽ ചെയ്യാതെ ഒരു ചെറുപ്പക്കാരനായ ഒരു വൈദികൻ്റെ തീക്ഷ്ണതയോടുകൂടിയാണ് അച്ഛൻ ബലിയർപ്പിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രത്യേകമായിട്ട് പറയാൻ സാധിക്കുന്ന അച്ഛൻ്റെ ആ അഗാധമായൊരു ആഴമേറിയ ശബ്ദമാണ്. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയുടെ ഓരോ ഭാഗങ്ങളിലും എത്തുമ്പോൾ എത്രമാത്രം ആത്മാർത്ഥമായിട്ടാണ് ബലിയോട് അച്ഛൻ ചേർന്ന് നിൽക്കുന്നതെന്ന് വ്യക്തമാക്കുന്ന ഒരനുഭവമാണ് അച്ഛൻ്റെ ശബ്ദത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അത് തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ എന്നുള്ള പ്രാർത്ഥന കേൾക്കുമ്പോഴത്തേക്കും അച്ഛൻ പലപ്പോഴും പരിശുദ്ധാത്മാവിനെ വിളിച്ച് ഇറക്കി ഈ വിശുദ്ധ ബലിയിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നതായിട്ട് പലപ്പോഴും തോന്നാറുണ്ട്. അതുപോലെ തന്നെ അച്ഛനെ സമീപിക്കുന്ന ഓരോരുത്തർക്കും ദൈവത്തെ കൂടുതൽ നൽകുന്ന ഒരു അനുഭവമാണ്. അത് സിസ്റ്റേഴ്സിനെയെല്ലാം ഞങ്ങളിവിടെ കാണുന്നുണ്ട്. പലപ്പോഴും അച്ഛനെ അന്വേഷിച്ച് പലരും ഇവിടെ എത്താറുണ്ട്. അച്ഛനുമായിട്ട് 1-2 പ്രാവശ്യം സംസാരിക്കേണ്ടപ്പോഴും ഇടവന്ന സമയങ്ങളിൽ എപ്പോഴും അച്ഛൻ വളരെ പോസിറ്റീവായിട്ടാണ് നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കും, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് വരും. അങ്ങനെ ഒരു തികഞ്ഞ ഒരു ആധ്യാത്മിക ശൈലിയിൽ നമ്മളെയും കൂടി വളർത്തിയെടുക്കാനായിട്ട് അച്ഛൻ്റെ സാന്നിധ്യം ഒക്കെ സഹായിക്കുന്നുണ്ട്. സരസമായ സംസാരവും ഇടപെടലുമാണ് അച്ഛനുള്ളത്. അച്ഛൻ്റെ ക്ലാസ്സുകളും ധ്യാനപ്രസംഗങ്ങളും മറ്റും വളരെ ചിന്ത നൽകുന്നതും അതോടൊപ്പം തന്നെ സരസവും ഹൃദ്യവുമാണ്. എല്ലാവരെയും പൊട്ടിച്ചിരിപ്പിക്കുന്ന സംഭവങ്ങളും കഥകളും ഒക്കെ അച്ഛൻ പറയും. അതുപോലെ തന്നെ ക്ലാസ്സൊക്കെ എടുക്കുന്നത് പ്രത്യേകമായ രീതിയിലുള്ള ശബ്ദമുണ്ടാക്കിയും എല്ലാവരെയും ചിരിപ്പിക്കുന്ന രീതിയിൽ അഭിനയിച്ചൊക്കെയാണ് എടുക്കുക. അത് ധ്യാനം നടത്തുന്ന അവസരത്തിലാണേലും ക്ലാസ്സും സെമിനാറും
ഒക്കെ എടുക്കുന്ന അവസരത്തിലാണേലും അച്ഛൻ്റെ പ്രായോഗിക ജ്ഞാനം ഈ കാലഘട്ടത്തിൽ അച്ഛനെ ക്ലാസ് പലരെയും അച്ഛൻ കണ്ടുമുട്ടുകയും പല കുടുംബജീവിതം കണ്ട് മനസ്സിലാക്കുകയും കൗൺസിലിംഗ് ഒക്കെ നടത്തുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ടുള്ള ഒത്തിരി പ്രായോഗിക ജ്ഞാനം ലഭിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് അച്ഛനെ തൻ്റെ അനുഭവത്തിലൂടെ ക്ലാസ്സുകളും മറ്റും നയിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ലൂയിസ് വെള്ളാനിക്കൽ അച്ഛൻ വലിയ ഒരു കുടുംബ പ്രേക്ഷിതനാണ്. അദ്ദേഹം വളരെ കഠിനാധ്വാനിയായ ഒരു വചനപ്രഘോഷകനാണ്, സുവിശേഷ പ്രവർത്തകനാണ്. അനേകം കുടുംബങ്ങളുടെ നവീകരണത്തിന് തൻ്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ച വ്യക്തിയാണ്. ഞാൻ എൻ്റെ വൈദിക പരിശീലനത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരു വർഷം റീജൻസി കാലഘട്ടം ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഫാമിലി അപ്പോസ്റ്റലേറ്റിൽ ബഹുമാനപ്പെട്ട ലൂയിസ് അച്ഛൻ്റെ കൂടെയായിരുന്നു ശുശ്രൂഷ ചെയ്തത്. അന്ന് ഞാൻ അദ്ദേഹത്തിൽ കണ്ടിട്ടുള്ളത് ഒരു സമയം പോലും വിശ്രമിക്കാതെ സഭയുടെ ശുശ്രൂഷയിൽ മുഴുകുന്ന ആത്മാർത്ഥത നിറഞ്ഞ ഒരു വൈദികനായിട്ടാണ്. അദ്ദേഹം ഒരു വലിയ പ്രചോദനമായിരുന്നു ഞങ്ങൾക്കെല്ലാം. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളിൽ ഇടവകയുടെ നവീകരണ ധ്യാനങ്ങളുണ്ട്, പ്രോ ലൈഫ് പ്രവർത്തനങ്ങളുണ്ട്, ജീവൻ്റെ സമൃദ്ധിക്ക് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, ദമ്പതികളുടെ നവീകരണത്തിന് വേണ്ടിയിട്ടുള്ള കൂട്ടായ്മകളും പ്രവർത്തനങ്ങളും, ആ രീതിയിലെല്ലാം കുടുംബങ്ങളെ സഹായിക്കുവാൻ, കുടുംബ പ്രേക്ഷിതത്വത്തിനായിട്ട് ജീവിതം സമർപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹം ഇപ്പോഴും ആവേശത്തോടു കൂടി ഇടവകളിലേക്ക് പോകാനും ധ്യാനം പ്രസംഗിക്കാനും ഒക്കെ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് മുഴുവൻ ഒരു കാഴ്ചപ്പാട്. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ പ്രോ ലൈഫ് പ്രവർത്തനങ്ങൾ എത്രയോ അൽമായ സഹോദരങ്ങളെയാണ് ആ മേഖലയിലേക്ക് കൊണ്ടുവന്നത്. അവരെ എല്ലാം പിന്തുണയ്ക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും അവരെ കൂടെ നിർത്താനും അങ്ങനെ ഈ ജീവൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കാനുമെല്ലാം അദ്ദേഹം എന്നും പ്രവർത്തിച്ചിരുന്നു. നമുക്ക് വളരെ സന്തോഷപൂർവ്വം ലൂയിസ് അച്ഛന് ആശംസകൾ നേരാം. ദൈവം അദ്ദേഹത്തെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ അവസരത്തിൽ നമ്മളെല്ലാവരോടും എൻ്റെ ജീവിതത്തിലെ ഈ കൊച്ചു സാക്ഷ്യം പറയാൻ സാധിച്ചതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ജീവന്റെ സംരക്ഷകനായ ഈശോ നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.